ശ്രീജിത്ത്, ഇവിടെ ഈ നേരത്തെ വസന്തൊക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ വലിയ മൂല്യമുള്ള വസ്തുക്കളാണ് ഈ ഈ വിജിലൻസിൻ്റെ റിപ്പോർട്ടിലൊക്കെ ചില സംശയങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കൊണ്ടുപോയ സാധനങ്ങൾ തന്നെയാണോ തിരികെ കൊണ്ടുവന്നത് എന്നൊരു പ്രശ്നമുണ്ട്. അപ്പം കാര്യമായ അന്വേഷണം വേണം. ഇന്ന് മനസ്സിലാക്കുന്നത് ED ഈ വിഷയത്തിൽ പ്രാഥമികമായ ഒരു തെളിവെടുപ്പ് ആരംഭിച്ചു എന്നാണ്. പ്രതിപക്ഷമൊക്കെ ആവശ്യപ്പെടുന്നത് CBI അന്വേഷിക്കണം. ഇപ്പോൾ നേരത്തെ ശ്രീ ജോർജ് ജോസഫ് സാറും അത് പറഞ്ഞു. അപ്പോൾ കുറച്ചുകൂടി വിപുലമായ രീതിയിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. നിശ്ചയമായും. കാരണം ഇത് നമുക്കറിയാം, ഇപ്പോൾ കോർട്ട് മോണിറ്റേഡ് ആയിട്ടുള്ള എൻക്വയറിയാണ്. ADGP വെങ്കടേഷിൻ്റെ നേതൃത്വത്തിലാണ്. അതെല്ലാം തന്നെ അതിൻ്റെ വഴിക്ക് പോകും. പക്ഷേ ദ മൊമെൻറ്റ് ഇത് ഈ ഒരു ദേവസ്വം ബോർഡ് അധികൃതരിൽ നിന്ന് പുറത്തേക്ക് മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ടെങ്കിൽ ആ അന്വേഷണത്തിനെ അട്ടിമറിക്കാനുള്ള നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അത് ഈ ഉദ്യോഗസ്ഥരുടെ അപ്രൈറ്റ്നസിനെ ഒന്നും ചെറുതാക്കി കാണിച്ചുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് നമ്മുടെ അനുഭവമാണ്. മുമ്പാണെങ്കിലും സംസ്ഥാന സർക്കാരിന് വേണ്ടപ്പെട്ട ആൾക്കാർക്കെതിരെ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഒരു ഏജൻസി ഒരു കേസ് അന്വേഷിക്കുക എന്ന് പറയുന്നതിൽ തന്നെ ഒരു വലിയ അനൗചിത്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ കൂടുതൽ വിശ്വാസ്യത വരുത്തുന്നതിന് വേണ്ടി CBI പോലെയുള്ള ഒരു എൻക്വയറി ഏജൻസി തന്നെയാണ് അതിൽ അന്വേഷിക്കേണ്ടത്. കാരണം അവരിതിൽ ഒരു ന്യൂട്രൽ പാർട്ടിയാണ്, അവർക്കതിനകത്തിലേക്ക് ഡയറക്റ്റ് സ്റ്റേക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ അവരാണ് സത്യത്തിൽ അത് അന്വേഷിക്കേണ്ടത്. നമ്മളെപ്പോഴും പറയുന്ന ഒരു ലീഗൽ മാക്സിം ഉണ്ട്, നീതി എന്നത് നടപ്പാക്കിയാൽ മാത്രം പോരാ, അത് നടപ്പാക്കിയെന്ന് മറ്റുള്ളവർക്ക് ബോധ്യമാവുക കൂടി വേണം എന്ന്. അപ്പോൾ അങ്ങനെ ഒരു നടപടി ഉണ്ടെങ്കിൽ മാത്രമേ ആത്യന്തികമായിട്ട് ഇതിൽ നീതി പുലർന്നു എന്ന രീതിയിലേക്കുള്ള ഒരു തോന്നൽ ഭക്തരായിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാവുകയുള്ളൂ. കാരണം ഇത് പ്രൂവ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കേസാണ്, അതല്ലാതെ കേവല ആരോപണമല്ല. ഈ കാര്യത്തിൽ അവിടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് പ്രഥമ ദൃഷ്ട്യാ കോടതിക്ക് ബോധ്യമുണ്ട്, വിജിലൻസിന് ബോധ്യമുണ്ട്, എല്ലാ ആൾക്കാർക്കും ബോധ്യമുണ്ട്. തന്നെയുമല്ല, അങ്ങനെ ഒരു തട്ടിപ്പ് നടന്നിട്ടില്ല എന്നോ അവിടെ സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല എന്നോ ദേവസ്വം ബോർഡിന്റെ 2019 മുതൽ ഇങ്ങോട്ടുള്ള ഒരു ഭാരവാഹിക്കോ ഒരു മന്ത്രിക്കോ പോലും പറയാനും കഴിയുന്നില്ല. എന്ന് വെച്ചാൽ ആ തട്ടിപ്പ് എന്ന് പറയുന്നത് കൺഫേംഡ് ആണ്, എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അപ്പോൾ ഇത് കേവലം ഒരു ആരോപണമല്ല, മറിച്ച് തെളിഞ്ഞ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായിട്ട് നീതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് കുറച്ചുകൂടി ന്യൂട്രലായിട്ടുള്ള സംസ്ഥാനത്തിന്റെ കൺട്രോളിൽ അല്ലാത്ത ഒരു ഏജൻസി അന്വേഷിക്കുക എന്ന് പറയുന്നതാണ് കൂടുതൽ യുക്തമായിട്ടുള്ള ഒരു കാര്യം. കാരണം ഇവിടെ പല ആൾക്കാരും, ഇപ്പൊ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണെങ്കിലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റി പറയുന്ന ഒരു വിശേഷണം നോക്കും. അദ്ദേഹത്തെ പറ്റി പറയുന്നത് നിരന്തരമായിട്ട് സ്പോൺസർ എന്നാണ്. അപ്പോൾ അയാളുടെ സ്പോൺസർ ആണെങ്കിൽ അയാൾക്ക് കൃത്യമായിട്ട് ഈ പരിപാടികളെല്ലാം തന്നെ ചെയ്യാനായിട്ട് അയാൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു നിലയുണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യം ദേവസ്വം ബോർഡിനുണ്ടാകണം, അതുവഴി സംസ്ഥാന സർക്കാരിനും ഉണ്ടാകണം. പക്ഷെ അയാളുടെ ആസ്തിയെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് വിജിലൻസ് തന്നെ പറയുന്നത് അയാൾക്ക് ഒരു തരത്തിലുള്ള സ്ഥിര വരുമാനവും ഇല്ല എന്നാണ്. അപ്പോൾ സ്ഥിര വരുമാനം ഇല്ലാത്ത ഒരാളാണ് ശബരിമലയിലേക്ക് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു വർഷം മാത്രം 17 ടൺ അരി കൊടുക്കുക, ഏതാണ്ട് 30 ടൺ പച്ചക്കറി കൊടുക്കുക, പിന്നെ ഈ പടികളുടെ 2 വശങ്ങളിലുമുള്ള മണിമണ്ഡപം നിർമ്മിക്കുക, ക്ഷേത്രത്തിന് അലങ്കാരങ്ങൾ കൊടുക്കുക, മേളം സ്പോൺസർ ചെയ്യുക, അന്നദാന മണ്ഡപത്തിലെ ലിഫ്റ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ കൊടുക്കുക, ഇനി അതല്ലാതെ സീസൺ സമയത്ത് ലക്ഷങ്ങൾ സംഭാവനയായിട്ട് കൊടുക്കുക, ഉദയാസ്തമന പൂജ, പടിപൂജ, അന്നദാനം, കളഭാഭിഷേകം. ഞാൻ പറയുന്നത് ഇതെല്ലാം ഭാരിച്ച സാമ്പത്തിക ചെലവുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ഈ സ്വർണവുമായി ബന്ധപ്പെട്ട പണികളിലൊക്കെ തന്നെ ഇയാൾ സ്പോൺസർ ആയിരുന്നില്ല എന്നും യഥാർത്ഥ സ്പോൺസർമാർ ആരാണ് എന്നും അവരുടെ പേരുവിവരങ്ങളടക്കം വിജിലൻസ് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നിട്ട് അതിന്റെ അവസാനം പറയുന്നത് ഇയാൾ ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയുടെയും യഥാർത്ഥ സ്പോൺസർ ഇയാളല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ സ്പോൺസർമാർ ആരാണ് എന്ന് കണ്ടുപിടിക്കണം എന്നാണ്. എന്ന് വെച്ചാൽ സ്ഥിരവരുമാനം ഇല്ലാത്ത ഒരാളാണ് ശബരിമലയിലെ എന്തൊരാവശ്യവും, പ്രത്യേകിച്ച് സ്വർണവുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ഇങ്ങ് തന്നേക്കൂ, ഞാൻ കൊണ്ടുപോയി ശരിയാക്കി തരാം എന്ന് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഉത്തരവാദിത്തമില്ല എന്ന് നിഷേധിക്കുന്ന മറ്റാൾക്കാർ. ഇതേ പത്മകുമാറാണ് അവിടെ യോഗദണ്ഡിന്റെ കാര്യത്തിലും രുദ്രാക്ഷത്തിന്റെ കാര്യത്തിലും സ്വർണം കെട്ടിക്കണമെന്നുള്ള ഒരു ആവശ്യം, അതിനെ ക്ലീൻ ചെയ്ത് സ്വർണം കെട്ടിക്കണം എന്നൊരാവശ്യം ഉണ്ടാകുന്ന സമയത്ത് വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗം വഴി അതിനു വേണ്ടിയിട്ടൊരു സ്പോൺസറെ കണ്ടെത്തുകയോ അത് ദേവസ്വത്തിന്റെ ചുമതലയിൽ തന്നെ നടത്തുകയോ ഒക്കെ ചെയ്യേണ്ടതിന്റെ ഉത്തരവാദിത്തമുള്ള അദ്ദേഹമാണ് പൂർണ്ണമായിട്ടും ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയാവുന്ന രീതിയിൽ സ്വന്തം മകനെ ആ പണി ഏൽപ്പിക്കുന്നത്. മറ്റാരും വേണ്ട, നമുക്ക് തന്നെ ഇവിടെ ആളുണ്ട് എന്ന് പറഞ്ഞ് മകനെ ഞാൻ സജസ്റ്റ് ചെയ്തു എന്ന് അദ്ദേഹം ഒരു ഉളുപ്പുമില്ലാതെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറയുകയാണ്. ആ സ്ഥാനത്ത് കൊണ്ട് നോക്കൂ, ഞാൻ പറയുന്നത് അങ്ങനെയാണ് എങ്കിൽ അതൊരു വഴിപാടായിട്ട് ചെയ്യാനായിട്ട് താല്പര്യമുള്ള എത്രയോ ആൾക്കാരുണ്ടാകും. അപ്പോൾ ഒരാളിന് മാത്രം അയാളുടെ അച്ഛൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആണ് എന്നതിന്റെ പേരിലേക്ക് മൊണോപ്പൊളൈസ് ചെയ്ത് കൊടുക്കുന്ന ഒരു രീതി ശരിയാണോ? എല്ലാ ആൾക്കാർക്കും അതിൽ വേറെ ആൾക്കാർക്ക് എത്രയോ താല്പര്യം ഉണ്ടാകും. ഒരുപക്ഷെ അവർ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭംഗിയായിട്ട് ചെയ്യാനുള്ള താല്പര്യമുള്ള ആൾക്കാരുണ്ടാകും. അപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. എനിക്ക് സൗകര്യമുള്ള ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നത് പോലെ ഇത് ചെയ്യും എന്ന്. അതേപോലെ ഇപ്പോ ശ്രീ PS പ്രശാന്ത് പറയുന്നു, അദ്ദേഹം 2023 ഓപ്പൺ ടെൻഡർ ആവശ്യമാണ്. എക്സാക്ട്ലി ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഇതിൽ ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്താനായിട്ട് കഴിയുകയുള്ളൂ. ടെൻഡറിൽ പങ്കെടുത്ത് പത്മകുമാറിന്റെ മകന് അതിനുള്ള അധികാരം കിട്ടുകയാണെങ്കിൽ ചെയ്യട്ടെ. അപ്പൊ നമുക്ക് അതിനകത്തൊരു അലഗേഷൻ പോലും ഉയർത്താനായിട്ട് സാധിക്കില്ല.
ഞാൻ പറഞ്ഞത് PS പ്രശാന്ത് ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനായിട്ട് വരുന്നത് 2023 അവസാനമാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? മുമ്പ് അവിടെ പല അവതാരങ്ങളും ഉണ്ടായിരുന്നു, എന്നാൽ താൻ അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ അവതാരങ്ങളില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഇദ്ദേഹം തന്നെ ദേവസ്വത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടല്ലോ, ദേവസ്വത്തിന്റെ സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതി വാങ്ങാതെ, കോടതിയോട് പ്രത്യേക അനുമതി വാങ്ങാതെ ഈ കാര്യങ്ങളെല്ലാം ഇളക്കിയെടുത്തിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് തന്നെ പറയുന്നത് ദാ ഇത് കൊണ്ടുപോകുമെന്ന്. അപ്പോൾ അയാൾ ഒറ്റയ്ക്ക് കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ തിരുവാഭരണം കമ്മീഷണറാണ് പറയുന്നത് അങ്ങനെ പറ്റില്ല, ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയൂ എന്ന് പറഞ്ഞിട്ടാണ് അവർ തന്നെ മേൽനോട്ടത്തിൽ കൊണ്ടുപോകാനായിട്ടുള്ള തീരുമാനമെടുക്കുന്നത്. പക്ഷെ അവിടെ വീണ്ടും ഈ ദേവസ്വത്തിന്റെ പ്രോപ്പർട്ടികൾ ഒന്നും തന്നെ അവരുടെ ഈ പ്രമൈസസിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് മെയിൻ്റനൻസ് ചെയ്യാൻ കഴിയില്ല എന്ന് ദേവസ്വം മാനുവൽ വോളിയം 1 ചാപ്റ്റർ 11 റൂൾ 38 വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് പോരാഞ്ഞിട്ടാണ് ഈ പ്രശാന്ത് ചുമതലയേൽക്കുന്ന അതേ വർഷം ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് വളരെ കൃത്യമായിട്ട് നിഷ്കർഷിക്കുന്നത്, ഒരു വിധി തന്നെ പറയുന്നത്, അവിടെ നിന്ന് എന്തെങ്കിലും മെയിൻ്റനൻസിന് പുറത്തേക്ക് കൊണ്ടുപോവുകയോ ആവശ്യമുണ്ടെങ്കിൽ, വലിയ ഭാരിച്ച പണികൾ ആവശ്യമുണ്ടെങ്കിൽ കൃത്യമായിട്ടും അത് കോടതിയെ അറിയിച്ച് അനുമതി വാങ്ങിയതിന് ശേഷം മാത്രമേ ചെയ്യാവൂ എന്ന്. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്തുകയും ഈ അവതാരങ്ങളെ അടുപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു പ്രശാന്തെങ്കിൽ എങ്ങനെയാണ് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഈ സ്വത്തെല്ലാം തന്നെ പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് തീരുമാനമാകുന്നത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കണം. ഒരു ഘട്ടത്തിൽ ഈ ചോദ്യം ഉണ്ടായിരുന്ന സമയത്ത് പ്രശാന്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ശ്രീ രഞ്ജിത്ത് ഓർക്കുന്നുണ്ടാകും, ഒരു ചെറിയ വീഴ്ച മാത്രമേ വന്നിട്ടുള്ളൂ, കോടതിയെ അറിയിച്ചിട്ടില്ല എന്ന്. അതാണ് ഏറ്റവും വലിയ വീഴ്ച. ആ ഏറ്റവും വലിയ വീഴ്ച കോടതി അറിയിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് നടക്കില്ലായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ കൊണ്ടുവന്ന ആൾക്കാരെ ഇത് ചെയ്യിപ്പിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുമായിരുന്നു. അതല്ലെങ്കിൽ കോടതിയുടെ അപ്രൂവലോടുകൂടി ആർക്കാണ്, എങ്ങനെയാണ്, ഏതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യവസ്ഥ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഏറ്റവും വലിയ വീഴ്ച പോലും ഏറ്റവും ചെറിയ വീഴ്ചയാണ് എന്ന് പറയുന്ന ഒരാളാണ് ഈ ഭക്തരുടെ വിശ്വാസത്തിന്റെ എല്ലാം പ്രതിനിധിയായിട്ട് ഈ പറഞ്ഞ ആളും ഈ അവതാരത്തെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഏൽപ്പിച്ചത് എന്നുള്ളതാണ് ഇതിനകത്തൊരു വിരോധാഭാസം അദ്ദേഹത്തിന്റെ വാക്കുകളുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെക്കുമ്പോൾ. ശ്രീ ജയചന്ദ്രൻ,